ഞാൻ എങ്ങനെയാ വീണത്? എനിക്ക് എന്താ സംഭവിച്ചേ? അനന്യ അന്വേഷിച്ചു വന്നതല്ലേ? അതെയാണ്. അനന്യ എങ്ങോട്ട് പോയി? അവളുടെ ശബ്ദം കേട്ട ഞാൻ ഇങ്ങോട്ട് വന്നത്. നാശം, എന്റെ ബോധം പോയിട്ട് എത്ര നേരമായി കാണും? അനന്യ എങ്ങോട്ട് പോയി? അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ? ദൈവമേ, ഒന്നും മനസ്സിലാവുന്നുമില്ല. ആദ്യം അവളെ കണ്ടുപിടിക്കണം. അനന്യ, 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 താൻ എവിടെയാ? ഒരു ധൂളി ഭൂമി. എടോ അനന്യ, താൻ എവിടെയാന്ന്? അനന്യ, അനന്യ, എടോ താനിത് എവിടെയാ? അമ്മയുടെ ശരീരത്തിൽ തളിച്ചാൽ അമ്മയുടെ ഈ ശരീരം നശിക്കാതെ ഇരിക്കും. അതുകൊണ്ട് അങ്ങയുടെ അനുഗ്രഹത്തോടെ ഈ തീർത്ഥം എന്റെ അമ്മയുടെ ശരീരത്തിന്മേൽ തളിക്കാൻ പോവുകയാണ്. അങ്ങ് കരുണ കാണിച്ച് രക്ഷിക്കണം ഭഗവാൻ. ായി എന്റെ മുന്നിലെ ഒരേ ഒരു മാർഗം നാഗമാണിക്യം തിരിച്ചെടുക്കുക എന്നതാണ്. പക്ഷെ അത് അത്യാഗ്രഹികളായ ദുഷ്ടന്മാർ എന്റെ അച്ഛനിൽ നിന്ന് അത് തട്ടിയെടുത്ത് അദ്ദേഹത്തെ കൊന്നിരിക്കുകയാണ്. അതെനിക്ക് ലഭിച്ചാൽ മാത്രമേ എന്റെ അമ്മയ്ക്ക് പുനർജീവൻ നൽകാൻ സാധിക്കൂ. എനിക്ക് ആ നാഗമാണിക്യം തിരികെ വേണം ഭഗവാനെ. അതെനിക്ക് ലഭിച്ചാൽ മാത്രമേ തിരിച്ച് നാഗലോകത്തിലേക്ക് പോകാനാകൂ. ദയവ് ചെയ്ത് ശത്രുക്കളുടെ കയ്യിലുള്ള നാഗമാണിക്യം എനിക്ക് തിരിച്ചെടുത്ത് നൽകണമേ. അത് അങ്ങേ കൊണ്ട് മാത്രമേ സാധിക്കൂ. നാഗമാണിക്യം എനിക്ക് ലഭിക്കണം. അത് കിട്ടാതെ ഞാൻ ഈ ഭൂലോകം വിട്ട് എവിടേക്കും പോവില്ല. അതിനു മുമ്പായി എന്റെ മാതാപിതാക്കളെ വധിച്ച ശത്രുക്കളെ കൊല്ലാനുള്ള ശക്തി എനിക്ക് നൽകൂ.
അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശക്തി നൽകൂ. കരുണ കാണിച്ച് ഞങ്ങളെ രക്ഷിക്കണം. രക്ഷിക്കൂ. അനന്യ, അനന്യ, ഇതെവിടെ പോയി കിടക്കാണോ എന്തോ? അന്വേഷിച്ച് ഞാൻ തളർന്നു. ഇവളിത് എവിടെ പോയി കാണും? എടോ അനന്യ, അനന്യ, താനത് എവിടെയാ? അർജുൻ, ഇത് അർജുന്റെ ശബ്ദമല്ലേ? അതെ, ഇത് അർജുന്റെ തന്നെയാ. അവനെങ്ങനെ ഇവിടെ എത്തിയത്? അങ്ങനെയെങ്കിൽ അവൻ ഇവിടെ വന്നത് ഒറ്റയ്ക്കായിരിക്കില്ല. അവന് കൂട്ടിനായി ആരോ ഉണ്ട്. കാണാതെ പോയ ആരെയോ ഒരാളെ തേടി അവൻ ഈ കാട്ടിലൂടെ നടക്കുകയാണെന്ന് തോന്നുന്നു. അർജുൻ, അർജുൻ! അവനെ കാണുന്നില്ലല്ലോ. ഇനി അർജുനോടെ വന്നു കാണില്ലേ? അപ്പൊ പിന്നെ കുറച്ചു മുമ്പ് അർജുന്റെ ശബ്ദം ഞാൻ കേട്ടത് എന്റെ തോന്നലായിരുന്നു. അതെ, അർജുൻ ഇവിടെ വരാൻ ഒരു സാധ്യതയില്ല. അവനെന്തിന് ഇങ്ങോട്ട് വരണം? അർജുന് തക്ഷക വനത്തെ പറ്റി അറിയില്ലല്ലോ. അപ്പോൾ അവന്റെ ശബ്ദം കേട്ടത് ചിലപ്പോ തോന്നലായിരിക്കും. ഛേ, ഞാൻ എന്തിനാ ഇപ്പൊ എന്റെ തപസ് മുടക്കിയത്? ഇല്ല, മുടക്കില്ല. ഞാൻ എന്ത് കാരണത്തിന്റെ പേരിലായാലും ഞാൻ എന്റെ തപസ് മുടക്കില്ല. സ്വാമി പറഞ്ഞതുപോലെ എനിക്ക് ആ മന്ത്രശക്തി സ്വായത്തമാക്കിയേ മതിയാവും. എന്നിട്ട് ആ നാഗകന്യകയെ കൊല്ലണം. പിന്നെ ആ നാഗമാണിക്കോ എനിക്ക് സ്വന്തമാക്കണം. ഭഗവാനെ, എന്റെ അർജുന് ഒന്നും സംഭവിക്കരുത്. വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തിട്ട് അവനെ രക്ഷിക്കണം. അർജുനെ എനിക്ക് വേണം. അവനില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അർജുൻ എന്റെ ജീവനാണ്. അവരിപ്പോ എന്തോ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. അവനൊന്നും സംഭവിക്കരുത്. അവൻ രക്ഷപ്പെടണം. 100 വർഷം എന്നോടൊപ്പം ഉണ്ടാവണം. മയൂരി, അമ്മ, അർജുൻ. നമ്മൾ വിശ്വസിക്കുന്ന മഹാദേവൻ നമ്മുടെ അർജുനെ കൈവിടില്ല. അവനെ തീർച്ചയായും രക്ഷിക്കും. ദൈവം രക്ഷിക്കുമോ ഇല്ലയോ? ഇത്രയും നാളും ശിവഭഗവാന് പൂജയും കർമ്മങ്ങളും ചെയ്തു, വഴിപാടുകൾ നടത്തി. പക്ഷെ നമ്മുടെ പ്രാർത്ഥന ശിവഭഗവാൻ കേട്ടതേയില്ല. അതൊക്കെ പോട്ടെ, നീ കരണിന് ഫോൺ ചെയ്. അർജുനെ എവിടെങ്കിലും കണ്ടോന്ന് ചോദിക്ക്. പോ. ആ, ശരിയമ്മേ. ഹലോ, എവിടെയാടാ നീ? അമ്മ, ഞാനിപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അർജുനെ ഇതേവരെ കണ്ടെത്തിയില്ല. എനിക്കറിയാവുന്ന അവന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലെല്ലാം പോയി നോക്കിയതാ. പക്ഷെ അവന്റെ ബർത്ത്ഡേക്ക് ശേഷം ആരും അവനെ കണ്ടിട്ടില്ലെന്നാ പറയുന്നേ. അങ്ങനെയാണോ? അപ്പൊ അവൻ എവിടെ പോയതായിരിക്കും? ഞങ്ങളെല്ലാരും വല്ലാതെ പേടിച്ചിരിക്കാ കരൺ. അമ്മയൊന്ന് സമാധാനപ്പെട്ടിരിക്കെ. അർജുനൊന്നും സംഭവിക്കില്ല. അവൻ എവിടെയാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അമ്മേ. അർജുൻ എവിടെയാണെങ്കിലും ഞാൻ അവനെയും കൊണ്ടേ വീട്ടിലേക്ക് വരും. അമ്മ സമാധാനിക്ക്. ശരി മോനെ, നീ വേഗം അർജുനെയും കൂട്ടിക്കൊണ്ടുവാ. ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. ബൈ അമ്മേ. രുദ്ര, എന്താ സ്വാമി? നിന്റെ തപസ് അവസാനിച്ചു. നിന്റെ തപസ്സിൽ, നിന്റെ ഭക്തിയിൽ, നിന്റെ വിശ്വാസത്തിൽ ആ കാലഭൈരവൻ പ്രസാദിച്ചിരിക്കുന്നു.
നിന്നെ കാലഭൈരവൻ അനുഗ്രഹിച്ചിരിക്കുന്നു. ജയ് മഹാകാല. സ്വാമി, അങ്ങ് എന്താണ് ഈ പറയുന്നത്? അതെ രുദ്ര, നീ ആരെ കണ്ടുപിടിക്കാനാണോ, ആരെ കൊല്ലാനാണോ ആ കാലഭൈരവന്റെ മുന്നിൽ തപസ്സനുഷ്ഠിച്ചത്, ആ ഭൈരവൻ തന്നെ നിന്റെ ശത്രുവിനെ, ആ നാഗകന്യകയെ നിന്റെ അടുത്ത് എത്തിച്ചിരിക്കുന്നു. നീ വേട്ടയാടുന്ന നാഗകന്യക നിന്നെ തേടി വന്നിരിക്കുകയാണ്. സ്വാമി, അവളിപ്പോ എവിടെയുണ്ട്? പറയൂ സ്വാമി, അവളെ വലിച്ചിഴച്ച് കൊണ്ടുവരാൻ ഞാൻ. ഇപ്പോൾ നീ ഇരിക്കുന്ന ആ തക്ഷക വനത്തിൽ ആ നാഗകന്യകയും എത്തിയിട്ടുണ്ട് രുദ്ര. ആ ഗുഹയ്ക്കുള്ളിലെ ശിവലിംഗത്തിൽ പൂജ അർപ്പിക്കാൻ ആ നാഗകന്യകയും എത്തിയിട്ടുണ്ട്. അവളെ ഉടനെ ബന്ധിക്കൂ രുദ്ര. വിടരുത്, വിടരുത്. കൊണ്ടുവരാം സ്വാമി, അവളെ വലിച്ചഴിച്ച് കൊണ്ടുവന്നിരിക്കും ഞാൻ. ഇത്രയും നാള് നമ്മുടെ മനസ്സമാധാനം കെടുത്തി അവളെ ഞാൻ വെറുതെ വിടില്ല. ഉടൻ പുറപ്പെടാം. എന്നെ അനുഗ്രഹിച്ചാലും സ്വാമി. ജയ് മഹാകാല. പോയി വിജയിച്ച് തിരിച്ചു വരൂ രുദ്ര. ആ കാലഭൈരവൻ നിന്നെ സംരക്ഷിക്കുന്നതാണ്. നീ പോയി ആ നാഗകന്യക എവിടെയുണ്ടെങ്കിലും അവളെ ബന്ധിച്ചിട്ട് വാ. പോകൂ. എടി നാഗകന്യകെ, നിന്റെ നാശമെടുത്തിരിക്കുന്നു. മരിക്കാൻ തയ്യാറായിക്കോളൂ. എന്റെ അനന്യ, അനന്യ, എന്തെങ്കിലും ഒന്ന് സംസാരിക്കടോ. അറ്റ്ലീസ്റ്റ് എവിടെ ഉണ്ടെന്നെങ്കിലും ഒന്ന് പറയ. എടോ അനന്യ. ഛേ, ഈ കാട് മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും എവിടെയും കാണുന്നില്ല. അനന്യ ഇവിടെ വന്നിട്ടുണ്ടോന്ന് പോലും അറിയാൻ കഴിയുന്നില്ലല്ലോ. നിന്റെ ശബ്ദം കേട്ടതുകൊണ്ട് മാത്രമാ ഈ കാട് മുഴുവൻ നടന്ന് ഒരു ഭ്രാന്തനെ പോലെ നിന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്നെ രക്ഷിക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഇനി ഒരുപക്ഷെ അനന്യ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വീണപ്പോ സൂക്ഷിച്ചെന്ന് പറഞ്ഞത് ആരായിരിക്കും? അത് അനന്യയുടെ ശബ്ദം തന്നെയാ. പിന്നെ അവൾ എങ്ങോട്ടായിരിക്കും പോയത്? അവൾക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലേ? അതോ ഇനിയും ഇല്ല, അവൾക്കും എന്നെ ഇഷ്ടം തന്നെയായിരിക്കും. അവളുടെ മനസ്സിലും എന്നോടൊരു ഇഷ്ടമൊക്കെ ഉണ്ട്. എന്നാലും അനന്യ, ഏയ് അനന്യ, അനന്യ, ഇവിടെ വിചിത്രമായിരിക്കുന്നു. അർജുൻ ഇവിടെ എത്തിയോ? ഗുഹയ്ക്കുള്ളിൽ വന്നതുപോലെ തോന്നുന്നു. ഒരുപക്ഷെ അവൻ ഇവിടെ എത്തിയാൽ. അവൻ ഇവിടെ വന്നാലെന്നോ അനന്യ? അവൻ എപ്പോഴേ ഗുഹയ്ക്കുള്ളിൽ എത്തിക്കഴിഞ്ഞു. ചെറിയമ്മേ. അതെ അനന്യ, പറഞ്ഞില്ലേ, അവൻ ഗുഹയ്ക്കുള്ളിൽ എത്തിക്കഴിഞ്ഞു. ഒട്ടും താമസിയാതെ അവൻ നിന്റെ കൺമുന്നിലെത്തും. അവൻ അകത്ത് വന്ന് നിന്റെ നാഗകന്യകയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയില്ല. നീ നാഗകന്യക എന്ന സത്യം അവൻ ഒരിക്കലും അറിയാത്ത രീതിയിൽ നീ നോക്കണം. അതെങ്ങനെയാ ചെറിയമ്മേ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? വേഗം തന്നെ അവിടെ നിന്ന് പൊയ്ക്കോ. ശരി ചെറിയമ്മേ. നീ എന്താ ചെയ്യുന്ന അനന്യ? നീ തെറ്റാണ് ചെയ്യുന്നത്. നക്ഷത്രം മാറുന്നത് വരെയും നിന്റെ അമ്മയുടെ ശരീരം അവിടെ നിന്ന് എടുക്കാൻ പാടില്ല. നീ മാത്രം മടങ്ങ്, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. അപ്പോ അമ്മയുടെ ഈ ശരീരം ഇരിക്കട്ടെ. അയാൾ വന്നു പോകുന്നത് വരെ നീ ഗുഹയ്ക്കുള്ളിലേക്ക് വരരുത്. ശരി ചെറിയമ്മേ, നിങ്ങൾ പറഞ്ഞതുപോലെ അർജുൻ ഇവിടെ വന്നു പോകുന്നത് വരെ ഞാൻ ഇവിടേക്ക് വരാതിരിക്കാം.
അനന്യ, അവിടേക്ക് പോകരുത്. അവിടെയാണ് അവൻ നിൽക്കുന്നത്. നീ പുറകിലെ വഴിയിലൂടെ പോ. ഇല്ലെങ്കിൽ നീ അവന്റെ കൺമുന്നിൽ ചെന്ന് പെടും. വൗ, ഈ കാടിനുള്ളിലെ ഗുഹയില് ഇങ്ങനെ ഒരു ശിവലിംഗോ? ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇറ്റ്സ് അമേസിംഗ്. മഹാദേവ, അനന്യ ഇവിടെ എവിടെയോ ഉണ്ട്, ഈ കാടിനുള്ളിൽ തന്നെ. അവൾക്കൊന്നും സംഭവിക്കാതെ കാത്തോണേ. എത്രയും പെട്ടെന്ന് അവളെ കാട്ടിത്തരയും വേണം. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവളെ കല്യാണം കഴിക്കണമെന്ന് എന്റെ ആഗ്രഹവും. ആ ആഗ്രഹം സഫലമാകണമെന്നുണ്ടെങ്കിൽ അങ്ങയുടെ അനുഗ്രഹം വേണം. അങ്ങ് നിറഞ്ഞ മനസ്സോടെ എന്നെ അനുഗ്രഹിക്കണേ മഹാദേവ. അനന്യ ഇവിടെ കാണുന്ന പ്രതീക്ഷിച്ചു വന്നിട്ട് അവൾ ഇവിടെയും കാണുന്നില്ലല്ലോ. ഇനി എന്ത് ചെയ്യും? അനന്യ, എടോ അനന്യ, അനന്യ, അനന്യ.